രമേശ് പിഷാരടിയെ സംഘപരിവാറുകാർ പ്രചരണവേളയിൽ തടഞ്ഞതിനെതിരെ ശബ്ദമുയർത്തി പിണറായി. കേരളത്തിൽ സംഘപരിവാറിനെതിരെ നിർഭയം ശബ്ദമുയർത്താൻ ഒരേ ഒരു സംഘടനയും ഒരേ ഒരു വ്യക്തിയുമുള്ളൂ. അത് പിണറായി തന്നെയെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. കണ്ടില്ലേ ബിജെപിയുടെ അസഹിഷ്ണുതയുടെ രൂപം? ആ പിഷാരടിയെ തടഞ്ഞില്ലേ? പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. BJP നാട്ടിൽ വേരുറപ്പിച്ചാൽ എത്രമാത്രം ആപത്തുണ്ടാകും എന്നതിന്റെ സൂചനയാണിതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കണ്ടില്ലേ ബിജെപിയുടെ അസഹിഷ്ണുതയുടെ രൂപം? പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണം നടത്തില്ലേ? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? തടയാൻ പാടുണ്ടോ? ആ പിഷാരടിയെ തടഞ്ഞില്ലേ? ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ? ആക്രമണം BJPയുടെ സ്വതവേയുള്ള ലൈനാണല്ലോ. BJP മറ്റുള്ളിടത്ത് കാണിക്കുന്നതിന്റെ ഒരു സാമ്പിൾ ഇപ്പോ പാലക്കാട് കാണിച്ചിരിക്കുന്നു. അതാണ് നാം കാണേണ്ടത്. പല ആക്ഷേപങ്ങൾ കോൺഗ്രസ് ഉരിയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയെ സംഘപരിവാറുകാർ തടഞ്ഞ സന്ദർഭത്തിൽ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി ഒരു പൊതുവേദിയിൽ ഈ പ്രതികരണം നടത്തുമ്പോൾ നേരെ മറിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവരുടെ രീതി എന്നൊന്ന് ആലോചിച്ചാൽ മതി. വാ തുറക്കില്ല, കണ്ടില്ല കേട്ടില്ല എന്നടിക്കും. നിശബ്ദമാണ് അവരുടെ ആയുധം. അതായത് അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. അങ്ങനെ രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടലല്ല കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ രീതി. സംഘപരിവാറുകാർ വളർന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു പൊതുവേദിയിൽ ശബ്ദമുയർത്തി പിണറായി വിജയൻ രമേശ് പിഷാരടിക്ക് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള വാക്കുകൾ പറയുമ്പോൾ പിണറായിയുടെ ഉള്ളിലെ സംഘവിരുദ്ധത ബോധ്യപ്പെടാൻ കോൺഗ്രസിനകത്ത് തലയ്ക്കകത്ത് ആള് താമസമുള്ളവർക്ക് ആ പ്രതികരണം കേട്ടാൽ മതിയാകും. ഇത്രയും ശക്തമായി പ്രതികരിക്കേണ്ട കാര്യമെന്തെന്നാൽ സംഘപരിവാറുകാർ വളർന്നു കഴിഞ്ഞാൽ രാജ്യത്താകമാനമുണ്ടാകുന്ന സംഭവവികാസങ്ങൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പിഷാരടിയെ പോലെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ അദ്ദേഹം ഉദാഹരണമായി തുറന്നു കാട്ടുകയായിരുന്നു. പാലക്കാട് ഇടതുപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ ഡീൽ ആരോപണം ഉന്നയിക്കുന്ന സന്ദർഭത്തിലാണ് പിഷാരടിയെ തടഞ്ഞ വിഷയത്തിൽ മുഖ്യമന്ത്രി ശബ്ദമായി മാറുന്നത്. VD സതീശൻ പോലും ഒരു വേദിയിൽ സംഘപരിവാറുകാർക്കെതിരെ ഇതുവരെ ഇങ്ങനെ ഒരു വാചകം പറയാനായിട്ട് നാവ് ഉയർത്തിയിട്ടില്ല. കാര്യം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിലാണല്ലോ. അപ്പോ അല്ല എന്ന് കാണിക്കാൻ ഡയലോഗ് അടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ വച്ച നാവെടുക്കാതെ അങ്ങ് ഇരുന്നു കഴിഞ്ഞാൽ എല്ലാം ബാലൻസ് ആയി പൊയ്ക്കോളും. പക്ഷെ ഈ നാടിന്റെ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒപ്പം തന്നെ സംഘപരിവാർ കേരളത്തിലേക്ക് വന്നാലുണ്ടാകുന്ന അപകടം മനസ്സിലാക്കിയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ജനങ്ങളോട് അവർ ചെയ്യുന്ന തെമ്മാടിത്തരത്തെക്കുറിച്ച് ഉറക്കെ ഇടതുവേദിയിലാണെങ്കിലും സംസാരിക്കാനുള്ള ആർജവം അതാണ് കേരളത്തിലെ കോൺഗ്രസുകാരും ലീഗന്മാരും കണ്ടുപഠിക്കേണ്ടത്. ഏതെങ്കിലും ഒരു വേദിയിൽ ലീഗന്മാരുടെ പ്രസംഗത്തിനിടയിൽ BJPയോ സംഘപരിവാറോ കടന്നു വരാറുണ്ടോ? കേരളത്തിൽ BJPയും കോൺഗ്രസുകാരും ഒരുപോലെ ആക്രമിക്കുന്നത് ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. ഇവരെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ആഗ്രഹവും ഒരുമിച്ചുള്ള ലക്ഷ്യവും അതായിരിക്കെ എന്നാൽ രണ്ടുപേരും ഒരേ പാളയത്തിൽ നിന്ന് പോരാടുന്ന സന്ദർഭത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിന്റെ മുന്നിലെ വെറും ഒരു പാവയാക്കി നിർത്തി പിന്തുണ കൊടുക്കുന്ന സന്ദർഭത്തിൽ നാളുകളിൽ ഈ കോൺഗ്രസിനെ കൂടി സംഘപരിവാർ വിഴുങ്ങാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അവർ ഒരുമിച്ചാണെന്ന് അറിഞ്ഞിട്ടും പക്ഷേ കോൺഗ്രസുകാരോട് കാട്ടിയ നെറികെട്ട പ്രവർത്തനത്തെ ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയാക്കാൻ മുഖ്യമന്ത്രി ശബ്ദമുയർത്തി. അതിന്റെ പേരാണോ ഈ നാട്ടിൽ സംഘപരിവാർ വിരുദ്ധ മനോഭാവം എന്ന് പറയുന്നത്? കോൺഗ്രസുകാർക്ക് ഇല്ലാത്തതും ലീഗുകാർ മിണ്ടാത്തതുമായ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു UDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നു. അത് തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസുകാർ പടച്ചുവിടുന്ന പല കള്ളക്കഥകൾക്കപ്പുറമുള്ള ഇടതുപക്ഷത്തിന്റെ സംഘപരിവാർ വിരുദ്ധ നിലപാടിനെതിരെയുള്ള ഉറക്കെയുള്ള ശബ്ദം.